വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. സെക്കൻഡ് ഡേ ആണ്, തേർഡ് ഡേ ആണ്. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പോകുന്ന പോക്ക് എന്തിനാന്ന് പറയുന്നത് ലോബിയിലേക്കാണ്. നോട്ട് ഫോർ ദ ബസ് ബട്ട് ഫോർ ഇറ്റ്. ഞാൻ താക്കോല് റൂമിനകത്ത് വെച്ച് മറന്നു. കാർഡ് അതിന് എടുത്തില്ല. ഞാൻ അവിടെ പോയി ഇൻഫോം ചെയ്യാൻ പോവേ. സോ ഇൻ റിട്ടേൺ നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ്. അവിടെ ഞാൻ നടന്നു വന്നു. പെട്ടെന്ന് കൊണ്ടാക്കും. ലോട്ടസാ ഇത് സോസേജ്. ഇവരുടെ നമ്മുടെ ഇവിടുത്തെ ചായക്കട പോലത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ പിന്നെ പയ്യെ നടക്കുന്നത് കൊണ്ട് എന്നെ ആദ്യം വിട്ടു. ഇക്ക് നടന്ന് വരും. ഹോട്ടലിൽ നിന്ന് ഐക്കോൺസിയാമിലേക്ക് 2 കിലോമീറ്റേഴ്സാണ്. തോട്ട് നടക്കാം, ക്യാബ് വേണ്ട. ഞാൻ പയ്യെ ബ്ലോഗൊക്കെ എടുത്ത് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാലം എടുത്ത് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു 2 സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന പോലെ പെട്ടെന്ന് വരും. അപ്പോൾ പറഞ്ഞു വന്ന് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തായ് മസാജാണ്. നേരെ നടന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൈ ഇതുവരെയായിട്ടും എടുത്തിട്ട് കണ്ടില്ല. എത്താറായിന്ന്, വഴി തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ ആരെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് അവർക്ക് അറിയത്തില്ല. ലിറ്ററേറ്റ് ആയിട്ടുള്ളത് ഭയങ്കര കുറച്ച് ആൾക്കാരാണ്. എഡ്യൂക്കേഷൻ ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഇംഗ്ലീഷിലൊന്നും ബോർഡും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഫുൾ തായ് രീതിയിൽ തന്നെ. ചിലത് ഹൈഫൈ കണ്ടാലും അവർക്ക് അറിയത്തില്ല. അവർക്ക് അവരുടെ തായ് ഭാഷ അറിയത്തുള്ളൂ. ഇന്ത്യൻ പീപ്പിൾസ് ഇസ് റയർ ഹിയർ. എൻ്റെ അടുത്തും എല്ലാം ചോദിക്കാൻ വഴി. മൊത്തത്തിൽ 2 കിലോമീറ്റേഴ്സ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞത് എഗെയിൻ 2 കിലോമീറ്റേഴ്സ് എന്നാണ്. കേട്ടതിൽ വളരെ സന്തോഷം. ഇക്കപ്പത്തും ഒരു 2 സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ നടക്കാൻ കൊള്ളാം. ഞാൻ ഷൂവും കൂടെ ഇട്ടുകൊണ്ട് ഒരു കംഫോർട്ട് ഉണ്ട്. നൂഡിൽസിന് വേണ്ടി മാത്രം എനിക്ക് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ രക്ഷയില്ല. ഇതൊക്കെ ഫുൾ ഇങ്ങനെ ഫുഡാണ്. ഇവിടുത്തെ ലോട്ടറി, ഇവിടുത്തെ ഭയങ്കര വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. സ്പാ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിരിക്കുക, ജാപ്പനീസ് സ്പാ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ അവിടെ ഈ സ്പാ 299 ബാട്ടേ ഉള്ളൂ. അത് നമ്മുടെ അവിടെ എന്തോ 6000 7,000 എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ വി റീച്ച്ഡ് ഐക്കോൺസിയാം. ബിൽഡിങ്ങിന് അകത്താണ് നമ്മുടെ ഹാള്. ബാക്കിലത്തെ വഴി കൂടെ കയറിയിട്ടുണ്ട്. വഴിതെറ്റി മെയിൻ എൻട്രിയിലൂടെ തന്നെ പോകാമെന്ന് വെച്ചു. ഞാൻ കറക്റ്റാണെന്നും പറഞ്ഞ് കയറിയ സ്ഥലമില്ലേ, അതല്ലായിരുന്നു. ഇവിടെ നിന്ന് 5 മിനിറ്റ് എക്സ്ട്രാ നടക്കാനുണ്ടായിരുന്നു. ആദ്യത്തിൽ ഞാൻ ആ സ്റ്റെപ്പൊന്ന് കയറി മേളി 4ാമത്തെ. ഇപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം അറിയുന്നത്. ഇക്ക എൻ്റെ പുറകൊന്നും ഇല്ലായിരുന്നു. ഇക്ക അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിനെയൊക്കെ വിളിച്ച് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. വൈഫൈ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കോൾ വന്നില്ല. ഈ ചേച്ചിയാണ് എനിക്ക് അവസാനം വൈഫൈ തന്നത്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ഞാൻ ഓടി ഐക്കോൺസിയത്തിലെത്തി. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക തന്നെ. ഇക്ക വന്നിട്ട് ഇക്കയുടെ റിയാക്ഷൻ നമുക്ക് കാണാം. ഇക്ക എന്നെ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ. ഞാൻ ചത്തിട്ടില്ല, ജീവനോടുണ്ട്. കാരണം എനിക്ക് അത്രയും ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഒരു വഴിയായെന്നാണ് പറഞ്ഞു. ഇപ്പം സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ആ സമയത്ത് കുറേ വെള്ളം കുടിച്ചു. ഇപ്പം നമ്മൾ ക്യാഷ് എടുക്കാൻ വേണ്ടി വന്നതാണ്. കയ്യിൽ ഇവിടുത്തെ ബാട്ടോ ഒന്നുമില്ല. അപ്പം കാർഡ് വഴി എടുക്കാമെന്നാണ് പറഞ്ഞു. പക്ഷേ നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഡെബിറ്റ് കാർഡ് വഴി ഒന്നും ക്യാഷ് വരുന്നില്ലായിരുന്നു. അവിടുത്തെ 3-4 ATM ട്രൈ ചെയ്തു, പക്ഷേ വരുന്നില്ല. ഇതെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ അവസാനം നമുക്ക് ആ ക്യാഷ് വരുന്നു. അവസാനം ഇക്കാടെ ഡെബിറ്റ് കാർഡ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ക്യാഷ് വന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തത് ക്രൂസിലെ ഡിന്നറൊക്കെ പുതിയ വീഡിയോയിലൂടെ കാണാം.